ഹായ് ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 1/2 കിലോ ചിക്കൻ കറി കട്ട് പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 15 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നമുക്ക് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ മസാല നമ്മുടെ ചിക്കൻ പീസസിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ പീസസ് നമുക്ക് ഒരു 2 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എത്ര കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് കൂടും, അത്രയും ചിക്കൻ ജ്യൂസിയുമാവും. ഇനി നമുക്ക് ഇതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നന്നായി ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലായിട്ട് കീപ്പ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ പീസസ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി വരും. നന്നായി മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ ഫ്രൈയുടെ പൊടിക്ക് വേണ്ടി ബാക്കി വന്ന മസാലയിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മുരിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്